നമസ്കാരം. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ത്യ US വ്യാപാര കരാർ അതിന്റെ പൂർണ്ണ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ കരാർ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും ഈ വിഷയത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില ദുരൂഹതകൾ ബാക്കിയാണ്. ഇന്ത്യ US വ്യാപാര കരാറിന് രൂപരേഖയായി എന്നതാണ് കരാർ സംബന്ധിച്ച അവസാന വാർത്തകൾ വ്യക്തമാക്കുന്നത്. സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും US രംഗത്ത് വന്നും കഴിഞ്ഞു. കാർഷിക വിഭവങ്ങൾക്ക് ഇന്ത്യ നികുതി ഇളവ് ഉറപ്പാക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി 18% തീരുവ പ്രഖ്യാപിക്കും. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% അധിക തീരുവ ഒഴിവാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക ഉത്തരവിലും ഒപ്പുവെച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്നും US നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നും ഇന്ത്യ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചാൽ വീണ്ടും 25% അധിക നികുതി ഏർപ്പെടുത്തുമെന്ന നിരീക്ഷണവും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 6-നാണ് ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവ ഏർപ്പെടുത്തിയത്. ഇന്ത്യ US വ്യാപാര കരാറിന്റെ ഏറ്റവും പുതിയ രൂപരേഖ പുറത്തു വന്നതോടെ ഇന്ത്യക്ക് നേട്ടമെന്ന തലക്കെട്ടുകളാണ് പൊതുവെ മാധ്യമങ്ങളിൽ നിറയുന്നത്. തീരുവ കുറവ്, കാർഷിക വിഭവങ്ങൾക്ക് നികുതി ഇളവ്, റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ചുമത്തിയിരുന്ന 25% അധിക തീരുവ പിൻവലിക്കൽ, ഇവയെല്ലാം ഒറ്റ നോട്ടത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങളായി തോന്നും. എന്നാൽ കരാറിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ, പ്രത്യേകിച്ച് റഷ്യയെ പൂർണ്ണമായും കൈവിടണമെന്ന് ആവശ്യപ്പെടുന്ന അമേരിക്കൻ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ പൂർണ്ണമായും ഇന്ത്യയുടെ നേട്ടമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം വ്യക്തമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്നും US നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നും ഇന്ത്യ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 25% അധിക തീരുവ ഒഴിവാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. എന്നാൽ അതേ ഉത്തരത്തിൽ തന്നെ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചാൽ വീണ്ടും അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും ഭീഷണിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെ ഈ കരാറിന്റെ അടിസ്ഥാന സ്വഭാവം തുറന്നു കാട്ടും. ഇത് തുല്യതയുടെ കരാറല്ല, മറിച്ച് നിബന്ധനകളുടെ കരാറാണ്, അല്ലെങ്കിൽ ഭീഷണിയുടെ കരാറാണ്. റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വെറും ഒരു വിതരണ മാർഗം മാത്രമല്ല, കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഊർജ്ജ സ്രോതസ് എന്ന നിലയിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെ പ്രധാന തൂണാണത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷവും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിയത് രാഷ്ട്രീയ ധൈര്യത്തിന്റെ അടയാളം മാത്രമല്ല, സാമ്പത്തിക യുക്തിയുടെ ഫലവുമായിരുന്നു. വിലക്കുറവും സ്ഥിരതയും ചേർന്ന ആ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നത് ഇന്ത്യക്ക് ഊർജ്ജ ചെലവ് വർദ്ധിക്കാനും വിലക്കയറ്റത്തിനും വ്യവസായ മേഖലയിലെ സമ്മർദ്ദങ്ങൾക്കും വഴിവെക്കാൻ സാധ്യതയുണ്ട്. US നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നത് ഇന്ത്യക്ക് ഒരു പരിധിവരെ ഗുണകരമായേക്കാം. എന്നാൽ അമേരിക്കൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ സാധാരണയായി റഷ്യൻ എണ്ണയേക്കാൾ വില കൂടിയതാണ്. അതിനാൽ ഈ മാറ്റം ഇന്ത്യയുടെ വ്യാപാര ചെലവ് വർദ്ധിപ്പിക്കുകയും അതിന്റെ ഭാരമൊടുവിൽ സാധാരണ ഉപഭോക്താവിന്മേൽ വീഴുകയും ചെയ്യാനുള്ള സാധ്യത അതിശക്തമാണ്. ഇതിനെ ഒരു നേട്ടം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കുന്നത് യാഥാർത്ഥ്യത്തെ ലളിതവൽക്കരിക്കുന്നതായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി 18% തീരുവ എന്ന പ്രഖ്യാപനവും ശ്രദ്ധിക്കപ്പെടണം. ഇത് മുൻപത്തെ ഉയർന്ന തീരുവകളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും സ്വതന്ത്ര വ്യാപാരത്തിന്റെ ആശയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഇപ്പോഴും ഒരു നിയന്ത്രണമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അതേസമയം ഇന്ത്യ കാർഷിക മേഖലയിലെ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറാവുന്നത് ആഭ്യന്തര കർഷകർക്ക് ദീർഘകാലത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ കടന്നു വരുന്നത് ചെറുകിട കർഷകരെ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട്. ഈ കരാറിന്റെ രാഷ്ട്രീയ വശവും അവഗണിക്കാനാവില്ല. റഷ്യയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്നത് അമേരിക്കയുടെ ദീർഘകാല തന്ത്രമാണ്. ഇന്ത്യയെ ആ തന്ത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് ഈ കരാറിന്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ത്യയുടെ വിദേശ നയം ഇതുവരെ പിന്തുടർന്നത് ബഹുപക്ഷ ബന്ധങ്ങൾ എന്ന ആശയമാണ്. ഒറ്റ ശക്തിക്കൊപ്പം മാത്രം നിൽക്കാതെ വിവിധ രാജ്യങ്ങളുമായി തുല്യത്വം പാലിക്കുക. റഷ്യയെ പൂർണ്ണമായും കൈവിടുന്നത് ഈ നയത്തിൽ നിന്ന് വലിയൊരു വിട്ടുവീഴ്ചയായിരിക്കും. അതിനാൽ ഇന്ത്യ US വ്യാപാര കരാർ ഇന്ത്യക്ക് ചില തൽക്ഷണ നേട്ടങ്ങൾ നൽകുന്നുണ്ട് എന്നത് സത്യമാണെങ്കിലും അതിന്റെ മറുവശത്ത് കനത്ത സാമ്പത്തികവും തന്ത്രപരവുമായ നഷ്ടങ്ങളുടെ സാധ്യത ഒളിഞ്ഞിരിക്കുന്നു. റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധം ഉപേക്ഷിക്കുന്നത് ഇന്ത്യയെ കൂടുതൽ ചെലവേറിയ ഇറക്കുമതികളിലേക്കും ഒരു ശക്തിയോട് കൂടുതൽ ആശ്രിതമാകുന്ന സാഹചര്യത്തിലേക്കും നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ കരാറിനെ പൂർണ്ണമായും ഇന്ത്യക്ക് നേട്ടമെന്ന് വിശേഷിപ്പിക്കാനാവില്ല. ഇത് നേട്ടങ്ങളും നഷ്ടങ്ങളും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തേണ്ട ഒരു തന്ത്രപരമായ വഴിത്തിരിവാണ്.